കാരണം നാട്ടിൽ എല്ലാ ഞാൻ 2018 സെപ്റ്റംബർ 4-ാം തീയതി ഇവിടെ ഇറങ്ങി. ഓക്കെ. ചേട്ടൻ ഇങ്ങനെ വന്ന സമയത്ത് ചേട്ടൻ്റെ എന്താ പറയുക, ചേട്ടൻ ചിന്തിച്ച അല്ലെങ്കിൽ ചേട്ടൻ്റെ പ്രതീക്ഷകളായിരുന്നു ഇവിടെ വന്നപ്പോൾ ചേട്ടൻ കണ്ടത്? ഇതിന്റെ റിയാലിറ്റി എന്ന് പറയുന്ന കാര്യം എനിക്ക് പറയണമല്ലോ. സെപ്റ്റംബർ 4-ാം തീയതി ഞാൻ ഇവിടെ വരുമ്പോൾ ഇതിന് മുമ്പ് ഇപ്പം എനിക്ക് എൻ്റെ പ്രായത്തിനനുസരിച്ചുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള എൻ്റെ കൺസെപ്റ്റോ ആയിരിക്കില്ലല്ലോ ഇവിടെ കിട്ടുന്നത്. അത് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ വരുന്നത്. പിന്നെ ഒരു സമയം എടുക്കും നമ്മളതൊന്ന് റെഡിയായി വരാൻ. പിന്നെ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് നമ്മുടെ അനുഭവത്തിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും. അത്രയേ ഉള്ളൂ. അതാണ് അതിൻ്റെ കാര്യം. പിന്നെ ഡിപ്പെൻഡൻ്റ് ആണ്, പേഴ്സൺ ഡിപ്പെൻഡൻ്റ് ആണ്. ഓരോരുത്തരും വരുന്നവരുടെ സ്വഭാവം അനുസരിച്ചിരിക്കും. ഏത് സിറ്റി ആണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും അവർ ജീവിക്കുന്നതിനനുസരിച്ചിരിക്കും, അവരുടെ സ്വഭാവത്തിനനുസരിച്ചിരിക്കും, അവരുടെ ചിന്തയ്ക്ക് അനുസരിച്ചിരിക്കും. എൻ്റെ ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് ഞാൻ പറയാം. ഈ പാർട്ട് ടൈം ജോബ് അതൊക്കെ എങ്ങനെയാണ്? 2018 ഞാൻ വരുമ്പോൾ ഇവിടെ പാർട്ട് ടൈം ജോബുകളൊക്കെ വളരെ കുറവായിരുന്നു. എന്നാൽ പിന്നീട് സ്റ്റുഡൻസ് ഒക്കെ വന്നു കഴിഞ്ഞ് ഈ പാൻഡമിക്കിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഈ ജോബൊക്കെ വന്നു തുടങ്ങി. എന്നാൽ ഇവിടെ എല്ലാവർക്കും ജോലി കിട്ടുന്നുണ്ട്, ബേസ്ഡ് ഓൺ അവരുടെ കഴിവ്. 10 പേര് വരുന്നെങ്കിൽ 10 പേരിൽക്കും 10 പേരുടെ 10 കഴിവായതുകൊണ്ട് അതിൽ 5 പേർക്കെങ്കിലും ജോലി കിട്ടും. അതിൽ 5 പേര് ഇവിടെ നിന്ന് മാറി പോകാറുണ്ട്. അത് ചിലപ്പം ഒന്നിൽ അവരെ ഇവിടെ ഫെഡപ്പായിട്ടായിരിക്കും ജോലി തപ്പി, അല്ലെങ്കിൽ റെക്കോർഡാണ്. റെക്കോർഡിങ്. പിന്നെ ചേട്ടാ അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ കോളേജിനെ പറ്റി സൂ കോളേജിന്റെ ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ ഇതിന് നല്ല ചരിത്രമുള്ള ഒരു നല്ല കോളേജ്. ഒത്തിരി വർഷങ്ങൾ ഈ സിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ പല ആൾക്കാരും മൈഗ്രൻ്റ് ആയിട്ട് പല സ്ഥലങ്ങളിൽ യൂറോപ്പിൽ നിന്നൊക്കെ വന്ന് ഇവിടെ പേപ്പർ മില്ലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അടഞ്ഞു പോയി. അതിനുശേഷം അങ്ങനെ ഇവിടെ തന്നെ പഠിച്ച ആൾക്കാർ ഇവിടെ തന്നെ ടെലികമ്മ്യൂണിക്കേഷൻ വർക്ക് ചെയ്യുന്നു, ഇവിടെ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചവർ ഈ സിറ്റി തന്നെ വർക്ക് ചെയ്യുന്നു, ഇവിടെ കാർപ്പൻറ്ററി പഠിച്ചവർ ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നു. അങ്ങനെ ഈ സൂ കോളേജ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ സിറ്റിക്ക് വേണ്ടി വേണ്ടതായിട്ടുള്ള ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും പിള്ളേരെ റെഡിയാക്കി എടുത്തിട്ടുള്ളൊരു കോളേജാണ്. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നാമത്തെ കാര്യം. ഞാനിവിടെ പഠിക്കുന്ന RPM, രജിസ്റ്റേർഡ് പ്രാക്ടിക്കൽ നഴ്സിംഗ് 2 വർഷത്തെ കോഴ്സാണ് ഇവിടെ. അങ്ങനെ ഒരു കോഴ്സിന്റെ ഏറ്റവും വലിയ ഗുണം എന്താ RP എന്ന് പറയുന്നത്? എൻ്റെ പേഴ്സണൽ വ്യൂ എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ബേസിക് നാട്ടിലെ നേഴ്സായിരുന്നു. നാട്ടിൽ കുറച്ചാൾ 6 വർഷത്തോളം വർക്ക് ചെയ്യും. അപ്പോൾ എനിക്ക് കാനഡയ്ക്ക് വരാനായിട്ടുള്ള മറ്റുള്ള രാജ്യത്തിൽ പോകാനുള്ള ഇനഫ് സ്കോർ ഇല്ലാതെ വന്നപ്പോൾ ഞാൻ സ്റ്റുഡൻസ് വിസ പ്രിഫർ ചെയ്തപ്പോൾ നേഴ്സ് എന്ന നിലയ്ക്ക് എനിക്ക് പഠിക്കാൻ എളുപ്പം RPN ആയിരുന്നു എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ്. അപ്പം ഞാൻ ഈ RPN പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് RNന്റെ സെയിം ഇതാണോ? RNന്റെ അല്ല, ഇവിടെ ഇപ്പം പുതിയതായിട്ട് ഒരു RNന്റെ ബ്രിഡ്ജിംഗ് പ്രോഗ്രാം വന്നിട്ടുണ്ട്. അത് റീസെന്റ് സ്റ്റാർട്ട് ചെയ്തത് കഴിഞ്ഞ. അത് ഈ കോളേജിലുണ്ടോ? ഈ കോളേജിൽ ഇപ്പം തുടങ്ങിയിട്ടുണ്ട്. ഉണ്ടല്ലേ? അതിന്റെ പേരെന്താണ്? അതിന്റെ ബ്രിഡ്ജിംഗ് പ്രോഗ്രാം, RN ബ്രിഡ്ജിംഗ് പ്രോഗ്രാം. അപ്പൊ അതിന്റെ ബെനിഫിറ്റ്സ് എന്താ? ഇപ്പൊ അങ്ങനെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനൊരു ഇന്റർനാഷണൽ RN ആണ്. ഇന്റർനാഷണൽ RN മീൻസ് വേറൊരു രാജ്യത്തു നിന്ന് വന്നൊരു RN ആണ്. അങ്ങനെയുള്ള RN ഇവിടെ വന്ന് വീണ്ടും RPN ചെയ്തിട്ട് RPN ആയിട്ടായി വീണ്ടും RN എഴുതാതെ ഡയറക്റ്റ് അവർക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടുവാണെങ്കിൽ 4 വർഷത്തെ കോഴ്സിൽ 2 വർഷവും പ്ലസ് അവരുടെ കൺസൾട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് RN ആയിട്ട് അപ്പം അവർക്ക് സേവ് ചെയ്യാം, ഇയർ സേവ് ചെയ്യാം. പിന്നെ